ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കടുവയുടെ ആക്രമണം UDF നേതാക്കൾ രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന് NCPS നേതാക്കൾ. ദുരന്തം UDF ആഘോഷിക്കുകയാണ്. കോൺഗ്രസ് DCC പ്രസിഡന്റിന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും NCPS നേതാക്കൾ കാളികാവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ഗഫൂർ അലിയുടെ വീട് വനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം അടക്കാക്കുണ്ടിൽ കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ഗഫൂർ അലിയുടെ വീട് വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം NCP നേതാക്കൾ സന്ദർശിച്ചു. കുടുംബങ്ങളുമായും ഗഫൂറിന്റെ മൂത്ത മകളായ ഹൈഫയുമായും വനമന്ത്രി ശശീന്ദ്രൻ നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ഗഫൂറിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി ലഭിക്കണമെന്നും ബാധ്യതകൾ സർക്കാർ ഏറ്റെടുക്കണമെന്നും കുടുംബാംഗങ്ങൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഈ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കുടുംബത്തോടൊപ്പം ഉണ്ടാവുമെന്ന് NCP നേതാക്കൾ കുടുംബത്തിന് ഉറപ്പു നൽകി. അടക്കാക്കുണ്ടിൽ വെച്ച് കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ഗഫൂറിൻ്റെ വീട് സന്ദർശിക്കാൻ വേണ്ടി കേരള വനവകുപ്പ് മന്ത്രി KK ശശീന്ദ്രൻ നമ്മോട് ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് ഞാനും നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മജീദ്, അതുപോലെ സുധീഷ്, കുട്ടിയാമു, അവിടുത്തെ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ ആളുകളും അവരുടെ വീട് സന്ദർശിക്കുകയും സന്ദർശനത്തിന് ശേഷം ആ വീട്ടിൽ വെച്ച് അവരുടെ അമ്മാവനെയും അതേമായി അവരുടെ ഈ ഗഫൂറിൻ്റെ മക്കളെയും കാണുകയും മന്ത്രി നേരിട്ട് തന്നെ അവരെ ഫോണിൽ വിളിച്ച് അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട സമാധാനിപ്പിക്കുകയും ഒക്കെ നടത്തിയതിനു ശേഷം സർക്കാരിൽ നിന്ന് എന്തെല്ലാം കിട്ടുമോ അതൊക്കെ വേഗത്തിലാക്കാൻ വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും അത് സ്പീഡാക്കാൻ വേണ്ട നടപടികൾ പെട്ടെന്ന് എടുക്കാമെന്ന് മന്ത്രി അവരുടെ മൂത്ത മകളെ വിളിച്ച് ഫോണിൽ സംസാരിച്ച് അത് ഉറപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ RRP സംഘമായി ഇപ്പോഴത്തെ DFO ആയി സംസാരിച്ചു. DFO നിലവിലുള്ള കടുവയെ പിടിക്കാൻ ആവശ്യമായ രാവും പകലില്ല ഉറക്കം വഹിച്ച് അവർ RRP സംഘം വളരെ സജീവമായി തന്നെ നില ഉറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ആ കടുവയെ പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ദാരുണമായ സംഭവം നമുക്ക് ഇനിയും ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനവും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് DFO നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. മന്ത്രിയെ എല്ലാ സമയത്തും അവർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഈ വിവരങ്ങൾക്ക് അപ്പോൾ കിട്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നും DFO നമ്മോട് പറഞ്ഞു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഇനി ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ആ മരണപ്പെട്ട ഗഫൂറിൻ്റെ കുട്ടികൾക്ക് പരമാവധി ഗവൺമെൻറ്റിന് കിട്ടുന്ന എന്തൊക്കെ ആനുകൂല്യം വാങ്ങിക്കൊടുക്കുകയും ഗഫൂറിൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കൊടുക്കുകയും അതുപോലെ തന്നെ ഗഫൂറിൻ്റെ ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ട്. ആ കടബാധ്യതകളൊക്കെ സർക്കാർ ഏറ്റെടുത്ത് അത് എഴുത്തള്ളാൻ ആവശ്യമായ പ്രവർത്തനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു നൽകിയുള്ളത്. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആവശ്യമായ എല്ലാ പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആ വീട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന് ആവശ്യമായ പ്രവർത്തനം നമ്മൾ ഉണ്ടാകും. പിന്നെ ഈ കേന്ദ്ര ഈ വനനിയമം നടപ്പിലാക്കിയ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ആ നിയമം നടപ്പാക്കിയുള്ളത്. 1972 നിയമം നടപ്പിലാക്കി. അതിൻ്റെ ദുരിതഫലം അനുഭവിക്കുന്ന ഇപ്പോൾ നമ്മളാണ്. ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് മന്ത്രിയെയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചത് കണ്ടു. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മന്ത്രിയായ ശശീന്ദ്രൻ അഭിയുക്ത കേസിലൂടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ സംസ്ഥാന ഭാരവാഹി പിൻവാതിലൂടെയല്ല ജനങ്ങളുടെ സേവനത്തിൽ ഇറങ്ങി തിരിച്ച് ജനങ്ങളുടെ പൾസ് അറിയുന്ന നേതാവാണ് ശശീന്ദ്രൻ. അവർക്ക് ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പൾസ് അറിയാം. എന്നിട്ട് ഇവർ പുറമാതിലൂടെ തള്ളിക്കയറി വന്ന് നേതാവാൻ വേണ്ടി നടത്തുന്ന ഈ ദുഷ്പ്രചരണം അവസാനിപ്പിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ മന്ത്രിയായി ബന്ധപ്പെട്ടതിന് ശേഷം ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. മന്ത്രിയോട് ഈ വീട് സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മന്ത്രി സന്ദർശിക്കണമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആ വിവരം കൂടി ഞങ്ങൾ അറിയിക്കുന്നു. 1972 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വനം വന്യജീവി നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഈ നിയമ ഭേദഗതി കാരണം വന്യജീവികളെ കൊല്ലാനോ അവയുടെ ആവാസ വ്യവസ്ഥയിലും സഞ്ചാരങ്ങളിലും തടസ്സം സൃഷ്ടിക്കാനോ പാടില്ല. മനുഷ്യവിരുദ്ധമായ നിയമമുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നും നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസ് കൊണ്ടുവന്ന ജനദ്രോഹകരമായ ഈ വനം വന്യജീവി നിയമ ഭേദഗതി ചെയ്യാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും കേരള സർക്കാരും വനമന്ത്രിയും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ വനമന്ത്രിക്കെതിരെ സംസാരിക്കുന്ന VS ജോയിയുടെ നേതാവും MP-യുമായ ഇവിടുത്തെ ജനപ്രതിനിധികളായ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പാർലമെന്റിലോ പുറത്തോ ശബ്ദമുയർത്താത്തതിനെതിരെ പ്രതികരിക്കുകയാണ് വേണ്ടത്. VS ജോയി വനം മന്ത്രിക്കെതിരെ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മന്ത്രിയോടും ജനങ്ങളോടും മാപ്പ് പറയണമെന്ന് NCP വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നേതാക്കൾ കാളികാവിൽ നടത്തിയ വാർത്താ
വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതിൽ ഗവൺമെന്റ് ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥ ഭാഗത്തുനിന്നോ വീഴ്ച ഉണ്ടായില്ല. കാരണം അതൊക്കെ DFO വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഓരോ റിപ്പോർട്ടുകളും സമയാസമയങ്ങളോട് കൊടുത്തുപോയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിലയ്ക്ക് ഈ കേന്ദ്രത്തിനെതിരെ നമ്മൾക്കറിയാം. ഇവിടെ നേരത്തെ വനനിയമത്തിന് ശേഷം ബഫർ സ്റ്റോൺ നിയമം വന്നപ്പോൾ ഇവിടുത്തെ എല്ലാ കർഷകരെയും ഇവിടുത്തെ ഓരോ മതസംഘടനകൾ ഇറക്കി വിട്ട് രാപ്പകൽ സമരം നടത്തി രക്തപ്പുഴ ഒഴുക്കെന്ന് പറഞ്ഞു. അതിനെതിരെ ഈ മന്ത്രി തന്നെ 15 ദിവസം ഡൽഹിയിൽ താമസിച്ച് സുപ്രീം കോടതി പ്രഗത്ഭരായ ജഡ്ജിമാരൊക്കെ കണ്ട് അവരുടെയൊക്കെ ഒപ്പീനിയൻ എടുത്തിട്ട് സുപ്രീം കോടതി കേസ് നടത്തി അത് നമ്മൾ വിജയിക്കാൻ കഴിഞ്ഞു. അതിന് നന്ദി പോലും ഈ പറഞ്ഞ UDF നടത്തിയിട്ടില്ല. ഇത്രയും വലിയ സംഭവം ഉണ്ടായി ഇവിടുന്ന് ജനങ്ങൾ ഇറങ്ങിപ്പോകേണ്ടത് എന്ന് പറഞ്ഞാൽ സമരത്തിലേക്ക് ഇറക്കി. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഇവിടുത്തെ MP-മാരായ 2 ആളുകൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ തൊട്ടപ്പൻ നേതാക്കന്മാരാണ്. അവർ ഈ പ്രശ്നത്തിൽ ഈ കേന്ദ്ര നിയമത്തിന് എന്ത് ചെയ്തു അതാണ് അവർ വ്യക്തമാക്കേണ്ടത്. ഈ ജോയി അതാണ് ആദ്യം വ്യക്തമാക്കേണ്ടത്. ജോയി ഇതുവരെ അവരുടെ നേതാക്കന്മാർ കേന്ദ്രത്തിൽ ചെയ്യേണ്ട നിയമത്തിലോ അതല്ലെങ്കിൽ അവിടെ ബില്ല് കൊണ്ടുവരാനോ അവിടെ ബില്ല് അവതരിപ്പിക്കാനോ അതല്ലെങ്കിൽ പുറത്ത് സമരം സംഘടിപ്പിക്കാനോ ചെയ്യാതെ ഇങ്ങനെ രാഷ്ട്രീയ പോരാട്ടം ഉണ്ടാക്കി ഈ ഗവൺമെന്റിനെ ചീത്തപ്പേണ്ടാക്കാൻ മാത്രം നടത്തുന്നത് ആവാസ സമരമായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അതിന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇറക്കി വിടുകയാണ്. ഈ കുടുംബത്തിന് പരാതികളോ പ്രശ്നങ്ങളോ ഇല്ല എന്നാണ് ഞങ്ങൾ അവരായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. വളരെ സമാധാനമായുള്ള ഒരു രീതിയാണ് അവർക്കുള്ളത്. NCP സംസ്ഥാന സെക്രട്ടറി EA മജീദ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കണ്ണിയൻ കരീം, വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് P കുട്ടിയാമോ, ജില്ലാ സെക്രട്ടറി MT സുധീഷ്, ചോക്കാട് മണ്ഡലം പ്രസിഡന്റ് T സഫീർ, ജില്ലാ കമ്മിറ്റി മെമ്പർ EK അബ്ദുൽ സലാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.